ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു ചുമയ്ക്ക് ഉള്ള ഒരു മരുന്ന് അത് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ചുമയായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഇന്ന് നമുക്ക് ഇട്ടേക്കാമെന്ന് ഓർത്തത്, വീഡിയോ എടുത്തേക്കാമെന്ന് ഓർത്തത് അങ്ങനെ എടുത്താണ്. ഇതിന് പനിക്കൂർക്കയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഉണങ്ങാൻ നേരെയുള്ളവർക്ക് ഭയങ്കര ചുമയാണ്. അപ്പോൾ അത് ഞാൻ ഫ്രൈങ് പാനെ വെച്ചൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഉണങ്ങുന്ന പോലെ ആയിട്ടുണ്ട്. പൊടിച്ചെടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. അതിനകത്തോട്ട് കുറച്ച് കറുവാപ്പട്ട ഇട്ടു, പിന്നെ 2-3 കഷ്ണം ചുക്ക്, പിന്നെ അതിനകത്തോട്ട് കരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം, പിന്നെ ഞാൻ ഉണങ്ങി വെച്ചിട്ടുണ്ട്. ഈ തുളസിയില ഉണങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുളസിയില കുറച്ച്, ഒരു 10-15 ഏലക്ക, പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ് ചുമയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. കൊച്ചുങ്ങൾക്കാകുമ്പോൾ കുറച്ച് മതി. പിന്നെ ജീരകം, പിന്നെ വേണ്ടത് അയമോദകം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ കൂട്ടി നമുക്ക് പൊടിച്ച് അതായത് കുരുമുളക് ഇല്ലാതെ പൊടിച്ച് വെച്ചാൽ നമുക്ക് നെഞ്ചരിച്ചിലിനൊക്കെ നല്ലതാണ്. ഇത് ഞാനത് പൊടിച്ചിട്ട് അരിച്ചെടുത്തുകൊണ്ട് വന്നാണ്. അപ്പോൾ ഈ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് നമുക്ക് കൽക്കണ്ടം ചേർത്ത് പൊടിച്ച് വെച്ചിരുന്നാൽ പിള്ളേർ ഇങ്ങനെ നമുക്ക് പൊടിയായിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ചക്കര എടുത്തിട്ട് ചക്കര പാനിയാക്കിയിട്ട് അതിനകത്ത് ഈ പൊടിയെല്ലാം ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങ നീരും കൂടെ അതിനകത്തോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇളക്കി എടുത്തിട്ട് ചെറിയ ബോളുകളാക്കി നമുക്ക് എടുത്ത് വെക്കാമെങ്കിൽ ഓരോ ബോൾ ഓരോ നേരം കഴിച്ചാൽ മതി. നല്ലതായിട്ട് എളുപ്പം ചുമ നിൽക്കും. നല്ല എഫക്റ്റാണ് ഇത് കഴിച്ചാൽ. പിന്നെ ആടലോടകത്തിൻ്റെ ഇലയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എനിക്ക് കിട്ടാനില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. ആടലോടകത്തിൻ്റെ ഇലയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുകൂടെ ഉണങ്ങി പൊടിച്ചതോ അല്ലെങ്കിൽ ഇങ്ങനെ വറുത്ത് വെക്കുകയോ ചെയ്താൽ അതും കൂടെ പൊടിച്ച് ചേർക്കാം. അങ്ങനെ എളുപ്പം ചുമ നിൽക്കും. ഇത് നല്ലതാണ്. എളുപ്പം ചുമ നിൽക്കുന്നതാണ്. ഞാൻ ഈ പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇത് മിക്കപ്പോഴർക്ക് ചുമ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്. ഇത് ബോളായിട്ട് ഞാൻ ഇത്രയും നല്ല പൊടിയായിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചെറിയ ബോളുകളാക്കിയിട്ട് ഇത് നമുക്കൊരു ടിന്നിനകത്ത് അടച്ച് വെക്കാമെങ്കിൽ ഓരോ നേരം ഓരോ ബോളെടുത്ത് കഴിച്ചാൽ മതി. അത്രയ്ക്ക് എഫക്റ്റ് ഉണ്ട്. നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.